വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, പാഠ്യേതര വിഷയത്തിലും കഴിവ് തെളിയിച്ചവൾ. കൊടും കുറ്റവാളികൾ ആസൂത്രണം ചെയ്യുന്നതിനേക്കാൾ വിദഗ്ധമായ രീതിയിൽ കാമുകനെ അവൾ കൊന്നുതള്ളിയത് ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേരള അതിർത്തിക്കപ്പുറത്ത് അടുത്തടുത്ത കോളേജുകളിലായി പഠിച്ചവരാണ് പാറശാലയിലെ ഷാരോണും ഗ്രീഷ്മയും. അതിനിടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നു. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും ആഴമുള്ളതായി മാറി. അത് രണ്ടുപേരുടെയും വീട്ടുകാരും അറിഞ്ഞു. എല്ലാ കമിതാക്കളെയും പോലെ പലയിടങ്ങളിലും അവർ യാത്ര ചെയ്തു. രാവുറങ്ങുവോളം സംസാരങ്ങൾ നീണ്ടു. ചുരുങ്ങിയ കാലം കൊണ്ട് ഷാരോണിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി ഗ്രീഷ്മ മാറി. എന്നാൽ അവൾക്ക് അവനൊരു നേരം പോക്കായിരുന്നു. നല്ലൊരു വിവാഹാലോചന വന്നപ്പോൾ സ്വന്തം കാമുകനെ അങ്ങനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു പാറശാല ഷാരോൺ രാജ് കൊലക്കേസ്. പ്രണയത്തിൽ നിന്നും പിന്മാറാത്തതിന്റെ വിരോധത്തിൽ കാമുകി നടത്തിയ നിഷ്ഠൂരമായ ക്രൂരകൃത്യം. പിന്നീട് ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ വിധിക്കുന്നു. ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നു. മരണക്കിടക്കയിലും അവൻ തന്റെ കാമുകിയെ പ്രാണന് തുല്യം സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഒക്ടോബർ 25 നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc വിദ്യാർത്ഥിയായ പാറശാല സ്വദേശി ഷാരോൺ രാജിന്റെ ദുരൂഹ മരണം സംഭവിക്കുന്നത്. ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് അവശനിലയിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മകന്റെ മരണത്തിൽ കുടുംബത്തിനുണ്ടായ സംശയമാണ് ആ കേസിന്റെ ചുരുളഴിച്ചത്. അത് വെറുമൊരു മരണമല്ല എന്ന് അവർക്ക് തോന്നാൻ പല കാരണങ്ങളുണ്ട്. കുടുംബത്തിന്റെ സംശയമുന ആദ്യം നീണ്ടത് ഷാരോണിന്റെ കാമുകിയായ ഗ്രീഷ്മയിലേക്കാണ്. കാരണം ഷാരോൺ അവസാനം പോയത് അവളുടെ അടുത്തേക്കായിരുന്നു. അവിടെ വെച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ജ്യൂസ് അറിയാതെ കുടിച്ചെന്നായിരുന്നു ഷാരോൺ പറഞ്ഞത്. ഒരിക്കൽ പോലും അവളെക്കുറിച്ച് സംശയം തോന്നുന്ന ഒന്നും അവൻ പങ്കുവച്ചിരുന്നില്ല. എന്നിട്ടും ഷാരോൺ അവശനിലയിൽ കിടക്കുമ്പോൾ കുടുംബത്തിന്റെ ചോദ്യങ്ങളും അതിന് ഗ്രീഷ്മ നൽകിയ മറുപടിയും അവളെ സംശയത്തിന്റെ നിഴലിലാക്കി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരപരാധിയെന്ന് ആവർത്തിച്ചും കരഞ്ഞും നെറ്റിയിലെ കുങ്കുമം കാട്ടിയും ഗ്രീഷ്മ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം അധികം നീണ്ടില്ല. ഗ്രീഷ്മയുടേതായി പോലീസ് രേഖപ്പെടുത്തിയ ഓരോ മൊഴിയും പുറത്തു വന്നതോടെ ആ കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞു. ഒഴിവാക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ്. എന്നാൽ അവൻ പോയില്ല. പിന്നെ കൊല്ലുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. ഗ്രീഷ്മയുടെ കുറ്റസമ്മത മൊഴി ഇങ്ങനെയാണ്. ഗ്രീഷ്മയും ഒരു സൈനികനുമായുള്ള വിവാഹാലോചനകൾ നടക്കുന്ന സമയം. അപ്പോഴാണ് ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ചിന്തകൾ ഉടലെടുത്തത്. ആദ്യ ഭർത്താവ് മരിച്ചുപോകുമെന്ന് ജോത്സ്യൻ പ്രവചിച്ചതായി ഷാരോണിനെ അറിയിച്ചിട്ടും കാര്യമുണ്ടായില്ല. എത്ര ശ്രമിച്ചിട്ടും പ്രണയം ഉപേക്ഷിക്കാൻ ഷാരോൺ തയ്യാറാകുന്നില്ല എന്ന് കണ്ടതോടെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനായി കൊലപ്പെടുത്താനുള്ള പല വഴികളും ഗൂഗിളിൽ തിരഞ്ഞു നോക്കി. പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും സ്ലോ പോയിസണിനെക്കുറിച്ചും പരിശോധിച്ചു. പാരസെറ്റമോൾ ഡോളോ ഗുളികകൾ പൊടിച്ച് വീട്ടിൽ വെച്ച് വെള്ളത്തിൽ കലർത്തി ബാഗിൽ സൂക്ഷിച്ചു. 2 ജ്യൂസുകൾ വാങ്ങി ഷാരോണിന്റെ കോളേജിലെത്തി റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ജ്യൂസ് കുപ്പിയിലേക്ക് ചേർത്തു. ജ്യൂസ് ചലഞ്ച് ചെയ്യാമെന്ന പേരിൽ മരുന്ന് നിറച്ച കുപ്പി അവന് നൽകി. എന്നാൽ കയ്പ് കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു. അങ്ങനെ ആദ്യത്തെ പദ്ധതി പാളി. എന്നാൽ കാമുകനെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിൽ നിന്ന് ഗ്രീഷ്മ പിന്മാറിയില്ല. 2022 ഒക്ടോബർ 13 വാട്സാപ്പ് ചാറ്റ് വഴി ഷാരോണിനെ വീട്ടിലേക്ക് ഗ്രീഷ്മ വിളിച്ചു വരുത്തുന്നു. 1 മണിക്കൂറിലേറെ നേരം ഗ്രീഷ്മ സംസാരിച്ചത് ലൈംഗിക കാര്യങ്ങൾ മാത്രമാണ്. ശാരീരിക ബന്ധം ആവശ്യപ്പെട്ടാണ് ഷാരോണിനോട് വരാൻ പറഞ്ഞത്. പിറ്റേ ദിവസം ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് വീണ്ടും ഒരു ചലഞ്ച്. കഷായം കുടിക്കണം. കയ്പ് മാറാൻ ജ്യൂസ് നൽകി. ഇത് കുടിച്ച് അവശനിലയിൽ പുറത്തേക്കിറങ്ങിയ ഷാരോൺ നിർത്താതെ ഛർദ്ദിക്കാൻ തുടങ്ങി. പച്ച നിറത്തിലൊരു ദ്രാവകം അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന കൂട്ടുകാരൻ റെജിനോടൊപ്പം ബൈക്കിൽ പോകവേ അവൾ ചതിച്ചുവെന്ന് ഷാരോൺ പറഞ്ഞു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം 19 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷാരോണിനെ മാറ്റുന്നു.
വൃക്കകളുടെയും മറ്റാന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം മോശമായതോടെ ഷാരോണിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലായി. 10 ദിവസത്തോളം വെള്ളം പോലും കുടിച്ചിറക്കാൻ അവനായില്ല. അങ്ങനെ ഒക്ടോബർ 25-ന് ഷാരോണിന്റെ മരണം സംഭവിക്കുന്നു. ആദ്യം പാറശാല പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യമുനകൾക്ക് മുന്നിൽ ഗ്രീഷ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ ഒക്ടോബർ 30-ന് അവൾ കുറ്റസമ്മതം നടത്തി. പിറ്റേ ദിവസം പോലീസ് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്ന് ലൈസോൾ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഗ്രീഷ്മയെ ചികിത്സയിലിരിക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഷാരോൺ തിരികെ നൽകാതിരുന്നതിന്റെ വൈരാഗ്യമാണ് കൊല ചെയ്യാൻ കാരണമെന്ന വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തള്ളിക്കളഞ്ഞു. ഈ ക്രൂരകൃത്യം നടത്തിയത് ഗ്രീഷ്മ ഒറ്റയ്ക്കായിരുന്നില്ല. അമ്മയും അമ്മാവനും പ്രതിപ്പട്ടികയിൽ വന്നു. ഷാരോണിനേക്കാൾ ഗ്രീഷ്മയുടെ കുടുംബം സാമ്പത്തികമായി ഉന്നത സ്ഥിതിയിലുള്ളതാണ്. ഷാരോണിനെ വിവാഹം കഴിച്ചാൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കുടുംബം കൂട്ടുനിന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അങ്ങനെ അമ്മ സിന്ധു 2ാം പ്രതിയും അമ്മാവൻ നിർമ്മലകുമാരൻ നായർ 3ാം പ്രതിയുമായി. 2023 ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ 1 വർഷത്തിലധികം നീണ്ടു. സംഭവം നടന്ന് 2 വർഷത്തിന് ശേഷം, അതായത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ, ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിൽ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. കഷായക്കുപ്പി ഒളിപ്പിക്കാൻ അമ്മ സിന്ധുവും കൂട്ടുനിന്നെന്ന വാദം തെളിയിക്കാനായില്ല. ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ. കേരളത്തിൽ വധശിക്ഷ ലഭിച്ച 2ാമത്തെ വനിതയും. വിധി കേട്ട് യാതൊരു കൂസലമില്ലാതെയാണ് ഗ്രീഷ്മ കോടതി വളപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഷാരോണിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം കേട്ടുനിന്നവരുടെ ഉള്ളുലച്ചു. ദൈവം ന്യായാധിപന്റെ രൂപത്തിൽ വന്നു, എന്റെ മകന് നീതി കിട്ടി. ചങ്ക് പൊട്ടിയാണ് അവർ പ്രതികരിച്ചത്. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത്. പ്രണയവും പകയും ഒപ്പം അന്ധവിശ്വാസവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഷാരോൺ രാജ് വധക്കേസ് കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്.